പ്രിയമുള്ള സഹോദരന്മാരെ, മിശിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ്. കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ. ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം. നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ്. സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. എങ്കിലും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് വിവരവും നമുക്കറിയാം. നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിനോടകം തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോം ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട്. ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോം ടി വിയിൽ നിന്ന് യഥാസമയത്ത് നിങ്ങളിലേക്ക് ഇത് എത്തുന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ ശാലോം ടി വിക്കും ഒപ്പം നമ്മുടെ മതബോധന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്, കൃതജ്ഞത പറയുകയാണ്. കാരണം ശാലോം ടി വിയിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രവിക്കുവാനും സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇതിൽ പങ്കുചേരാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ്. നമ്മുടെ അവകാശമാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ്, ഒപ്പം നമ്മുടെ കടമയുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം. അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും, നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെത്തുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. നല്ല യേശോ തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോയുടെ കുഞ്ഞുമക്കൾക്കെല്ലാവർക്കും സുഖമാണോ? വിശുദ്ധ കുർബാനയിലും സൺഡേ ക്ലാസ്സുകളിലും ഒന്നും സംവദിക്കാതെ നിങ്ങളെല്ലാവരും വിഷമിച്ചിരിക്കുകയാണെന്ന് ടീച്ചറിനറിയാം. സാരമില്ല കേട്ടോ, ഇന്നു മുതൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളിൽ നല്ല മിടുക്കരായിട്ട് പങ്കെടുക്കണം. നമുക്കറിയാം, നമ്മുടെ നല്ലവനായ ദൈവം നമ്മളെ ഇക്കാലം അത്രയും പരിചരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. യാതൊരു അപകടവും വരുത്താതെ, യാതൊരു രോഗങ്ങളും വരുത്താതെ നമ്മളെ ദൈവം സംരക്ഷിച്ചു കൊണ്ടുപോവുകയായിരുന്നു. നമ്മൾക്ക് നല്ലവനായ ദൈവത്തിന് നന്ദി പറയണ്ടേ? നമ്മൾ എങ്ങനെയാ ദൈവത്തോട് നന്ദി പറയുക? നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാം അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന ടീച്ചർ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണടച്ച് വേണം പ്രാർത്ഥിക്കാൻ. അപ്പം എല്ലാവരും നല്ല മിടുക്കരായിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നേ. സ്നേഹപിതാവായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഈ നിമിഷങ്ങൾ അങ്ങയോടൊപ്പം ആയിരിക്കുവാനും അങ്ങയുടെ വചനം പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈ മണിക്കൂറുകൾ, ഈ നിമിഷങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാനുമുള്ള കൃപാവരം നൽകി നീ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക്
സ്തുതിയായിരിക്കട്ടെ. ഇനി ടീച്ചറെ കുഞ്ഞുമക്കൾ എല്ലാവരും ഒന്ന് ഇരുന്നേ. ടീച്ചർ എന്നേ ഒരു ഉണ്ണിക്കുട്ടൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എങ്കിൽ ടീച്ചർ ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ കഥ പറയാം. ഉണ്ണിക്കുട്ടൻ നിങ്ങളെ പോലെ തന്നെ നല്ല മിടുക്കനും ചുറുചുറുക്കുള്ള ഒരു കുട്ടിയാണ്. അവൻ പതിവ് പോലെ തന്നെ രാവിലെ ഉറക്കമെണീറ്റു. പതിവ് പോലെ എന്ന് പറഞ്ഞതിനൊരു കാരണമുണ്ട്. അമ്മ കുറേ നേരം വിളിച്ച ശേഷമാണ് ഉണ്ണിക്കുട്ടന് ഉറക്കമെണീക്കുക. അങ്ങനെ അമ്മയുടെ പതിവ് വിളിയും കേട്ട് ഉണ്ണിക്കുട്ടൻ പതുക്കെ ഉറക്കമെണീറ്റു. പല്ലൊക്കെ തേച്ച് ഫ്രഷായി അവൻ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോയി. അതെങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങോട്ടേക്കാണ് അവൻ ഓടിപ്പോയത്? അവൻ്റെ പൂന്തോട്ടത്തിലേക്ക്. എന്തിനായിരിക്കും അവന് പൂന്തോട്ടത്തിലേക്ക് ഓടിപ്പോയത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ടീച്ചർ പറഞ്ഞു തരാട്ടോ. അവൻ നട്ട റോസാ ചെടിയിൽ പൂ വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ. അവിടെ ചെന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ ആ കാഴ്ച കണ്ട് വളരെയധികം സന്തോഷമായി. അതെന്താണെന്നല്ലേ ആ കാഴ്ച? അവൻ നട്ട റോസാ ചെടിയിൽ നല്ല ചുവന്ന റോസാപ്പൂ ഉണ്ടായിരിക്കുന്നു. അവന് പൂന്തോട്ടത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ഏതൊക്കെ തരത്തിലുള്ള ചെടികളാ! പല തരത്തിലുള്ള പൂക്കൾ, പല നിറത്തിലുള്ളത്, പല വലിപ്പത്തിലുള്ളത്. ഉണ്ണിക്കുട്ടന് വളരെയധികം സന്തോഷമായി. അവൻ്റെ കണ്ണിൽ സൂര്യപ്രകാശം പതിക്കുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ മുഖമുയർത്തി സൂര്യനെ നോക്കി. ആകാശത്തുകൂടെ പക്ഷികൾ പറന്നു പോകുന്നു. കിങ്ങിണിപ്പൂച്ച അവൻ്റെ കാലിൽ മുട്ടി ഒരുമി നിൽക്കുന്നുണ്ടായിരുന്നു. ജിമ്മിപ്പട്ടിയോ അവനെ കണ്ട് വാലാട്ടി കാണിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് അവൻ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നുപോയി. ഇത് കണ്ട വല്യപ്പച്ചൻ ഉണ്ണിക്കുട്ടാ എന്ന് നീട്ടി വിളിച്ചു. ഉണ്ണിക്കുട്ടൻ ഓടിച്ചെന്ന് വല്യപ്പച്ചൻ്റെ അടുത്തിരുന്നു. വല്യപ്പച്ചൻ ചോദിച്ചു, ഉണ്ണിക്കുട്ടൻ എന്തോ സംശയമുണ്ടല്ലോ. ഉണ്ണിക്കുട്ടൻ കിട്ടിയ അവസരം എന്ന രീതിയിൽ തൻ്റെ സംശയം അവതരിപ്പിച്ചു. വല്യപ്പച്ച നോക്ക്, നമ്മുടെ പൂന്തോട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പൂക്കളാ! ആകാശത്താണ്ടെ പക്ഷി, സൂര്യൻ, നമ്മുടെ കിങ്ങിണിപ്പൂച്ച, ജിമ്മിപ്പട്ടി, ഇതിനെല്ലാം സൃഷ്ടിച്ചത് ആരാ? വല്യപ്പച്ചന് ചിരിച്ചോണ്ട് പറഞ്ഞു. ഉണ്ണിക്കുട്ടനെ വല്യപ്പച്ചൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതേ വേറൊരു വലിയപ്പച്ചനെ ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. വലിയപ്പച്ചനോ? ഉണ്ണിക്കുട്ടന് ഒരേ ചിന്ത. കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലായോ ആ വലിയപ്പച്ചൻ ആരാന്ന് മനസ്സിലായോ? അവിടെ ജോർജ് കുട്ടി എന്തോ പറയുന്നുണ്ടല്ലോ. ആരാണാ വല്യപ്പച്ചൻ? ദൈവം. ആരാ വല്യപ്പച്ചൻ? ദൈവം. ദൈവം എങ്ങനെ ഇതെല്ലാം സൃഷ്ടിച്ചെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീടോ? ഇനി നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയാൽ എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? എന്താ പറഞ്ഞേ മരിയ? എന്താ പറഞ്ഞേ? സൂര്യനെ കാണാം അല്ലേ? പിന്നെയോ, രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ വേറെ എന്തൊക്കെ കാഴ്ചകൾ നമ്മൾക്ക് കാണാം? ചന്ദ്രനെ കാണാം. പിന്നെയോ, ആകാശത്ത് നിറച്ച് നക്ഷത്രങ്ങളെ കാണാം അല്ലേ? അപ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ശേഷം ആകാശത്ത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഇനിയോ, ദൈവം ഭൂമിയിലേക്ക് നോക്കി. ഭൂമി നിറയെ പലതരത്തിലുള്ള സസ്യങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് പലതരത്തിലുള്ള സസ്യങ്ങളെ അറിയത്തില്ലേ? ചെറിയ പുല്ല് തൊട്ട് വലിയ മരങ്ങൾ വരെ അല്ലേ? ഏതൊക്കെ തരത്തിലുള്ള മരങ്ങൾ നിങ്ങൾക്കറിയാം? അവിടെ എന്തോ ജോർജ് കുട്ടി പറയുന്നുണ്ടല്ലോ. ജോർജ് കുട്ടിക്ക് മാവറിയാം. മരിയയ്ക്കോ? പ്ലാവ് അറിയാം അല്ലേ? തെങ്ങ്, അങ്ങനെ എത്രയൊക്കെ തരത്തിലുള്ള മരങ്ങളാ അല്ലേ? ഇനിയോ, ദൈവം സസ്യങ്ങൾ സൃഷ്ടിച്ച കാര്യം നമ്മൾ പറഞ്ഞു. ദൈവം ഇനി എന്ത് സൃഷ്ടിച്ചെന്നറിയാമോ? കുറേയധികം ജീവികളെ സൃഷ്ടിച്ചു. ഏതൊക്കെ ജീവികൾ? ജീവികൾ എന്ന് പറയുമ്പോൾ പക്ഷികളും മൃഗങ്ങളും ഉൾപ്പെടുമല്ലേ? പലതരത്തിലുള്ള പക്ഷികളെ നിങ്ങൾക്കറിയത്തില്ലേ? ഏതൊക്കെ അറിയാം? കാക്ക, തത്ത, അങ്ങനെ പലതരത്തിലുള്ള പക്ഷികളെ അറിയാം. മൃഗങ്ങളുടെ കാര്യം നോക്കിയാലോ?
നമ്മുടെ വീട്ടിൽ ഇണക്കി വളർത്തുന്ന പശു, ആട്, എരുമ, കാട്ടിലോട്ട് നോക്കിയാലോ സിംഹം, കടുവ, പുലി, അങ്ങനെ പലതരത്തിലുള്ള ജീവികളുമുണ്ടല്ലേ. ഇവയെല്ലാം ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഭൂമിയിലൂടെ നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് എന്തോ ഒരു കുറവ് തോന്നി. അങ്ങനെ ദൈവം തൻ്റെ രൂപത്തിലുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ജീവൻ കൊടുത്ത ആദ്യ മനുഷ്യൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? അവിടെ ഒരാൾ പറയുന്നുണ്ടല്ലോ. എന്താ ആ മനുഷ്യൻ്റെ പേര്? മിടുക്കൻ. അവൻ പറഞ്ഞത് ആദം എന്നാണ്. മിടുക്കനല്ലേ? ദൈവം ജീവൻ കൊടുത്ത ആദ്യ മനുഷ്യൻ്റെ പേരാണ് ആദം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആദം. അങ്ങനെ ആദം തനിക്ക് കിട്ടിയ സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ ഭൂമിയിലൂടെ നടക്കുകയാണ്. പക്ഷെ ദൈവത്തിന് അവനൊരു കൂട്ട് നൽകണമെന്ന് തോന്നി. അങ്ങനെ ദൈവം ഒരു സ്ത്രീയെയും അവന് കൂട്ടിനായി നൽകി. ആ സ്ത്രീയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലല്ലേ? എങ്കിൽ ടീച്ചർ തന്നെ പറയാം. ആ സ്ത്രീയുടെ പേരാണ് ഹൗവ. അപ്പോൾ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആദവും ഹൗവയും നമ്മുടെ ആദ്യ മാതാപിതാക്കളാണ്. ആദവും ഹൗവയും. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പഠിച്ചല്ലേ? എങ്കിൽ നമുക്കൊരു വീഡിയോ കണ്ടാലോ? എല്ലാവർക്കും വീഡിയോ കാണാൻ ഇഷ്ടമല്ലേ? എങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. ആദാമിന്റെയും ഹൗവയുടെയും ചരിത്രം. ദൈവം ഭൂമിയിൽ നിന്ന് കുറച്ച് കളിമണ്ണെടുത്ത് അതുകൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കി. പിന്നീട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അവന്റെ കണ്ണുകൾ തുറന്നു. അവന് ജീവനുണ്ടായി. ഇവന് ഞാൻ ആദാം എന്നു പേരിടുന്നു. അവന് താമസിക്കാനായി ദൈവം ഒരു മനോഹരമായ തോട്ടമുണ്ടാക്കി. അതിന് ഏദൻ തോട്ടം എന്നു പേരായി. അതിൽ അത്ഭുതകരമായ പലതുമുണ്ടായിരുന്നു. അതിമനോഹരമായ പുഷ്പങ്ങൾ എല്ലായിടവും പൂത്തുകുലുങ്ങി. പറവകൾ മരങ്ങളിൽ നിന്ന് പാട്ടുകൾ പാടി. ചെറിയ അരുവികളും ഒഴുകിക്കൊണ്ടിരുന്നു. അതിൽ മൃഗങ്ങൾ ചുറ്റി നടന്നിരുന്നു. ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലുണ്ടാക്കി. തന്നെ സഹായിക്കുവാനും ഈ ഭൂലോകത്തെ പരിപാലിക്കുവാനുമായിട്ടാണ് അവനെ ഉണ്ടാക്കിയത്. എല്ലാ മൃഗങ്ങൾക്കും പേരിടാനായി ദൈവം അവയെ ആദാമിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. എന്നിരുന്നാലും ദൈവം ആദാമിനെക്കുറിച്ച് വ്യസനിച്ചു. ഈ മൃഗങ്ങളൊന്നും അവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല. അവന് തന്റെ ജീവിതത്തെ പങ്കിടുവാനും അവനെക്കുറിച്ച് ചിന്തിക്കുവാനും അവന് സ്നേഹിക്കുവാനും ഒരു തുണ ആവശ്യമാണ്. അന്ന് രാത്രി ആദാം ഉറങ്ങുമ്പോൾ ദൈവം അവന്റെ വാരിയെല്ലിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. അടുത്ത ദിവസം ആദാം ഉണർന്നപ്പോൾ തന്റെ ഭാര്യയെ കണ്ടു. ഹവ്വ അവന്റെ സമീപത്തുറങ്ങുകയായിരുന്നു. ആദാം വളരെയധികം സന്തോഷിച്ചു. അവൻ അവളുടെ കൈകൾ തൊട്ട ഉടൻ അവൾ കണ്ണു തുറന്നു. അവനെ നോക്കി അവൾ ചിരിച്ചു. വീഡിയോ എല്ലാവരും കണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു അല്ലേ? എങ്കിൽ നമുക്ക് ഇനിയൊരു വചനം പഠിച്ചാലോ? വചനം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? മിടുക്കന്മാരെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? എങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാം വാക്യമാണ് ടീച്ചർ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഒന്നുകൂടെ ടീച്ചർ പറയാം. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. എല്ലാവരും വചനം പഠിച്ചു അല്ലേ? എങ്കിൽ ടീച്ചർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആദത്തെയും ഹൗവയെയും ഈ സൃഷ്ടികളെയൊക്കെ സൃഷ്ടിച്ചെന്ന് ആരാന്ന് ടീച്ചർ പറഞ്ഞേ? ദൈവം അല്ലേ? അങ്ങനെയെങ്കിൽ ടീച്ചറെ സൃഷ്ടിച്ചത് ആരാ? ആരാ? ദൈവം. നിങ്ങളെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? ദൈവം. ഇനിയോ നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. ഇനി ടീച്ചർ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. നമ്മൾ സ്തുതി കൊടുക്കാൻ നേരത്ത് നമ്മൾ മറ്റൊരാൾക്ക് സ്തുതി കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുക? എന്തു പറയും? തോമസ് ഊട്ടി അവിടെ പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത് തോമസ് ഊട്ടി?
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? അറിയില്ലല്ലേ? എനിക്ക് ടീച്ചർ പറഞ്ഞു തരാം. ദൈവത്തിൻ്റെ ഛായ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്ത് പറയുന്നത്? സ്തുതി കൊടുക്കുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ഛായ നമ്മളിൽ ഉള്ളത് കൊണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഛായ എന്താ? ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലല്ലേ? എങ്കിൽ ടീച്ചർ അതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ടീച്ചർ ഇവിടെ നിങ്ങളുടെ മുന്നിൽ 2 മനുഷ്യരെ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തെ മനുഷ്യൻ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ ചിരിച്ച മുഖത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തി. ഇനിയോ രണ്ടാമത്തെ ആളോ എല്ലാവരോടും ദേഷ്യപ്പെട്ട് പെരുമാറുന്ന ആള്. അങ്ങനെയെങ്കിൽ ആരിലാണ് ദൈവം വസിക്കുന്നത്? എല്ലാവരും പറഞ്ഞല്ലോ, ഒന്നാമത്തെ വ്യക്തിയിലല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, ദൈവത്തിൻ്റെ ഛായ എന്താണ്? എന്താണ്? സ്നേഹം. സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ചുറ്റും കാണുന്ന എല്ലാവരിലേക്കും സ്നേഹം പകരണം. നമ്മളെല്ലാവരും ദൈവമക്കളാണ് അല്ലേ? അവിടെ യാതൊരു തരത്തിലുള്ള വലിപ്പച്ചെറുപ്പവുമില്ല. പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ കഴിവുള്ളവനെന്നോ കഴിവില്ലാത്തവനെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. നമ്മളെല്ലാവരും ദൈവമക്കളാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവമക്കളാണെന്ന് അഭിമാനത്തോട് പറയാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ടീച്ചറെ മക്കൾ എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറണം കേട്ടോ. ഇനി നമുക്ക് ഒരു വചനം പഠിച്ചാലോ? വചനം വായിക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി നിൽക്കണം അല്ലേ? ടീച്ചർ ഇന്ന് വായിക്കാൻ പോകുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ്. 95-ാം അധ്യായം 6-ാം വാക്യം. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. ഇപ്പം നിങ്ങളെല്ലാവരും വചനം കേട്ടല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? എന്തായിരുന്നു? വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് മുട്ടുകുത്താം. ഇനി നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പം ഒരു തീരുമാനമെടുത്തിട്ട് വേണം പോകാൻ. എന്താണ്? ദൈവമക്കൾ എന്ന നിലയിൽ നമ്മളെല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുമെന്ന്. അത് മാത്രം പോരാ, നിങ്ങൾ ഒരു വർക്കും കൂടി ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവം സൃഷ്ടിച്ചവയുടെ ചിത്രം വരച്ച് അതിന് നിറം കൊടുത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യില്ലേ? എല്ലാവരും ചെയ്യും, മിടുക്കന്മാരാട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയൊരു പാട്ട് കേട്ടാലോ? പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? ദൈവം നൽകിയ രൂപം കണ്ടു, മർത്യനു നൽകിയ രൂപം കണ്ടു. ദൈവം തൻ തിരുരൂപം നൽകി, സ്നേഹത്തിൻ തനിരൂപം നൽകി. ദൈവം നൽകിയ രൂപം കണ്ടു, മർത്യനു നൽകിയ രൂപം കണ്ടു. ദൈവം തൻ തിരുരൂപം നൽകി, സ്നേഹത്തിൻ തനിരൂപം നൽകി. സ്നേഹത്തിൻ തനിരൂപം നൽകി. സ്നേഹത്തിൻ തനിരൂപം നൽകി. എല്ലാവരും പാട്ടൊക്കെ കേട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിലേ ഈ പാട്ട് കാണാതെ പഠിച്ചിട്ട് പപ്പായെയും മമ്മിയെയും എല്ലാം പാടി കേൾപ്പിക്കണം. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.